ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം എന്താണെന്ന് നോക്കിയാലോ. ചോറ് വിളമ്പി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് ചാളമീൻ കറിയാണ് കേട്ടോ. അതിൽ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് കറിയാക്കിയതാണ്. ഇത് ചൊരയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ. ചൊരയ്ക്ക നമ്മുടെ പച്ചമുളകും ഉപ്പും ചൊരക്കയും മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. തേങ്ങ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ചോറ് വിളമ്പി വെച്ചിട്ട് നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു. മീനാക്ഷി അമ്മയ്ക്കും കല്യാണി അമ്മയ്ക്കും എൻ്റെ സ്വന്തം അമ്മയ്ക്കും ഞാൻ ചോറ് വിളമ്പി കൊടുത്തു. അവർ 3 പേരും കഴിക്കാനിരുന്നിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നും ഞാൻ എൻ്റെ കല്യാണി അമ്മയുടെ അടുത്തിരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മീനാക്ഷി അമ്മയുടെ അടുത്ത് പോയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും കല്യാണി അമ്മയുടെ മുഖം അങ്ങ് വാടി. ചോറിലോട്ട് മുഖമൊക്കെ കുനിച്ച് സങ്കടത്തോടു കൂടിയായി കേട്ടോ പിന്നിരിപ്പ്. ഞാൻ പിന്നെ ചോറെടുത്തിട്ട് കല്യാണി അമ്മയുടെ ഇപ്പുറത്തുള്ള കസേരയിൽ പോയിരുന്നു. എന്നിട്ട് നമ്മൾ 3 പേരും കൂടി കഴിക്കുകയാണ്. അമ്മ ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അമ്മ വേറൊരു സ്ഥലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം അമ്മയ്ക്കൊരു പരാതി, എൻ്റെ സ്വന്തം അമ്മയുടെ അടുക്കൽ ഇരിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളല്ലോ, തനിയെ ഉള്ളല്ലോ എന്ന്. അത് കേട്ടപ്പോൾ കല്യാണി അമ്മയ്ക്ക് വീണ്ടും സങ്കടം. കല്യാണി അമ്മ ആ ചോറൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് എൻ്റെ സ്വന്തം അമ്മയുടെ അടുക്കലോട്ട് പോവാണ് കേട്ടോ. ഞാനപ്പോൾ ഒന്നും പറയാനൊന്നും പോയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് എൻ്റെ സ്വന്തം അമ്മയുടെ അടുക്ക് പോയിരുന്ന് കല്യാണി അമ്മ ചോറ് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ അത്താഴത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു ഇത്രയും. ഇതുപോലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.